ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSCB ആൻഡ് PSC മാസ്റ്റർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓൺലൈനിൽ നമ്മുടെ കേരള CSCBയുടെ നമ്മുടെ രജിസ്ട്രേഷൻ വഴി എപ്രകാരം നമുക്ക് ഓൺലൈനിൽ നമ്മുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ CSCB.kerala.gov.in എന്നുള്ള സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി വൺ ടൈം രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. രജിസ്റ്റർ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷനുള്ള ഒരു ടാബുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ CSCB കേരള എന്നുള്ള സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു വിൻഡോ ആണ് വരിക. അപ്പോൾ ഈ വിൻഡോ വരുമ്പോൾ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമ്മളിതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർക്ക് ഇവിടെ രജിസ്ട്രേഷനുള്ള ഓപ്ഷൻ ഉണ്ട്. മൈ പ്രൊഫൈൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രൊഫൈൽ എൻട്രി അതുപോലെ പ്രൊഫൈൽ പ്രിവ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ഓൺലൈനിൽ അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഇവിടെ നോട്ടിഫിക്കേഷൻസ് പറഞ്ഞ ടാബിനകത്ത് നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് എന്നുള്ള ടാബുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിലവിലുള്ള നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന തസ്തികകളുടെ കാറ്റഗറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം 6 തസ്തികയിലേക്കാണ് ഓൺലൈൻ വഴി നിലവിൽ CSCB നമ്മുടെ സൈറ്റ് വഴി ഓൺലൈനിൽ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അസിസ്റ്റൻറ്റ് സെക്രട്ടറി, അതുപോലെ ചീഫ് അക്കൗണ്ടൻറ്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, സിസ്റ്റം സൂപ്പർവൈസർ, സെക്രട്ടറി, ടൈപ്പിസ്റ്റ് തുടങ്ങിയ തസ്തികകളുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഓൺലൈൻ വഴി എപ്രകാരം അപ്ലൈ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് അസിസ്റ്റൻറ്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടൻറ്റ് അതിൻ്റെ വ്യൂ ഡീറ്റെയിൽസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ വ്യൂ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴത്തേക്കും ആ ഫയൽ നമുക്ക് ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യാം. നോട്ടിഫിക്കേഷനകത്തെ ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് വ്യൂ ഡീറ്റെയിൽസിനകത്തോടെ കാണാൻ സാധിക്കും. ഓൾറെഡി നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചെക്ക് എലിജിബിലിറ്റി എന്നുള്ള ഈ ടാബ്, ചെക്ക് എലിജിബിലിറ്റി എന്നുള്ള ഈ ടാബിലൂടെ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ചെക്ക് എലിജിബിലിറ്റി എന്നുള്ള ടാബിൽ കയറി കഴിയുമ്പോൾ അസിസ്റ്റൻറ്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടൻറ്റ്, വ്യൂ അറ്റാച്ച്മെൻറ്റ്, അതുപോലെ അപ്ലൈ നൗ എന്നുള്ള ടാബുണ്ട്. വ്യൂ അറ്റാച്ച്മെൻറ്റിൽ നമ്മുടെ PDF ആ ഫയൽ തന്നെയാണ് നൽകിയിരിക്കുക. അപ്പോൾ അപ്ലൈ നൗ എന്നുള്ള ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്ലൈ നൗ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. BCom കോർപ്പറേഷൻ ആണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്ലൈ വിത്ത് ദിസ് ക്വാളിഫിക്കേഷൻ എന്നുള്ള ടാബ് അവിടെ ഓപ്പൺ ആണ്. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അപ്ലൈ ദിസ് ക്വാളിഫിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ നോട്ടീസ് ഉണ്ട്. പ്ലീസ് സെലക്ട് അറ്റ്ലീസ്റ്റ് 1 ആൻഡ് ക്ലിക്ക് പ്രൊസീഡ് ടു അപ്ലൈ ബട്ടൺ. അപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന അസിസ്റ്റൻറ്റ് സെക്രട്ടറി നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ താഴെ കാണിച്ചിരിക്കുന്നത്. ഏകദേശം 8 നോട്ടിഫിക്കേഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ 8 നോട്ടിഫിക്കേഷൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാനും റിമൂവ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒന്നാമത്തെ KSCB എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ആണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ സെലക്റ്റഡ് റിമൂവ് എന്നുള്ള ബട്ടൺ ആക്റ്റീവായിട്ട് വരുന്നതാണ്. അപ്പോൾ സെലക്റ്റഡ് ബട്ടൺ നിലവിൽ ആക്റ്റീവാണ്. റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം. ഏതെങ്കിലും ഒരെണ്ണം, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ KSCB എംപ്ലോയീസ് സെലക്ട് ചെയ്തു. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൊസീഡ് ടു അപ്ലൈ എന്നുള്ളൊരു ടാബ് അടിയിലുണ്ട്. അപ്പോൾ നമ്മൾ ആ ടാബിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അടുത്ത ഒരു പേജിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫീ ഡീറ്റെയിൽ ആണ്. ആപ്ലിക്കേഷൻ ഫീ ഡീറ്റെയിൽ 150 രൂപ. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിവിടെ ആപ്ലിക്കേഷൻ ഫീ നമുക്ക് നൽകാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ സൊസൈറ്റികളാണെങ്കിൽ +50. ഓരോ സൊസൈറ്റിക്ക് ഇനി 50 രൂപ വെച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യത്തെ ഒരു സൊസൈറ്റിക്ക് 150 രൂപയും പിന്നീടുള്ള ഓരോ സൊസൈറ്റിക്ക് 50 രൂപയും. ആ ഒരു രീതിയിൽ തന്നെയാണ് ഫീസ് ഡീറ്റെയിൽസും. അപ്പോൾ നമ്മൾ ഏതാണോ അപ്ലൈ ചെയ്തത് ആ ഒരു സൊസൈറ്റിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പേയ്മെൻറ്റ് നൽകി കൺഫേം ചെയ്താൽ മാത്രം മതി. ബാക്കി എല്ലാ കാര്യങ്ങളും സാധാരണ PSCയുടെ പോലെ തന്നെ PSCയുടെ സൈറ്റിൽ നമുക്ക് പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻ മാത്രമില്ല. എന്നാൽ CSCBയിൽ അതിനകത്ത് പേയ്മെൻറ്റ് ഉണ്ട് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.